CPM-ൽ വമ്പൻ അഴിച്ചുപണി. ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിക്കും. പകരം KK ശൈലജ സംസ്ഥാന സെക്രട്ടറിയായി വരും. ഇത് വലിയൊരു അഴിച്ചുപണിയാണ്. കേരളത്തിലാദ്യമായി CPM-ന് ഒരു വനിതാ സംസ്ഥാന സെക്രട്ടറിയെ ലഭിക്കുന്നു. വനിതകളുടെ പുരോഗമനത്തിനായി പ്രവർത്തിക്കുന്ന, വനിതകളുടെ പുരോഗമനത്തിനായി എക്കാലവും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നൊരു ലേബൽ അണികൾക്കിടയിൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ KK ശൈലജ ടീച്ചറുടെ വരവോടുകൂടി കഴിയും. ഗോവിന്ദൻ മാസ്റ്ററുടെ കാലം കഴിഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഏറ്റവും കൂടുതൽ കളിച്ചത് EP ജയരാജൻ. EP ജയരാജൻ ഗോവിന്ദൻ മാസ്റ്റർ സീനിയറാണ്. പക്ഷേ EP-യെ വെട്ടിമാറ്റി ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയാക്കി പിണറായി ടീം. ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയാക്കിയപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർക്ക് മേൽ കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആന്തൂരിലെ വ്യവസായിയായ സാജന്റെ ആത്മഹത്യ, അതിന് കാരണം ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയാണെന്നുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ CPM-ലെ കണ്ണൂർ ലോബി തന്നെ രണ്ടായി തിരിയുന്ന സാഹചര്യം വന്നു. ഗോവിന്ദൻ മാസ്റ്ററുടെ എക്കാലത്തെയും എതിരാളിയാണ് CPM-ന്റെ കണ്ണൂരിലെ ശക്തിദുർഗം P ജയരാജൻ. P ജയരാജനും EP ജയരാജനും ഒക്കെ ശക്തമായി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ നിലകൊണ്ടു എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഗോവിന്ദൻ മാസ്റ്റർ. കിട്ടിയത് കാണാക്കനിയാണ്. കിട്ടിയപ്പോൾ അധികാരം നുണയാനും പറ്റി. KK ശൈലജ ടീച്ചറെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് CPM-ന്റെ വിവിധ ജില്ലകളിൽ നടന്ന യോഗത്തിൽ, ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. ആ അഭിപ്രായം സാധൂകരിക്കുമോ എന്നുള്ളതാണ്, ആ അഭിപ്രായം CPM എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയന്റെ കാലവും കഴിഞ്ഞു പോകുന്നു CPM-ൽ. പുതിയ തലമുറ CPM-ൽ പിടിമുറുക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗോവിന്ദൻ മാസ്റ്ററെ വെച്ചുകൊണ്ട് ഭരണം നയിക്കാൻ പിണറായിക്ക് കഴിയില്ല. മുമ്പ് കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ കോടിയേരി വെച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയൻ ഭരണം നയിച്ചിരുന്നത്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നയിച്ചിരുന്നത്. കോടിയേരിയില്ല ഗോവിന്ദൻ മാസ്റ്റർ. ഗോവിന്ദൻ മാസ്റ്റർ കാർക്കശ്യ നിലപാടുകാരനാണ്. എന്തും ഏതും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അടിത്തറയിൽ നിന്ന് വിശദീകരിക്കുന്ന നേതാവ്. അത്തരമൊരു നേതാവിന് ജനകീയ പിന്തുണ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. കോടിയേരിക്ക് ജനകീയ പിന്തുണ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച നേതാവാണ് കോടിയേരി. കോടിയേരിയുടെ ഒരു പാരമ്പര്യം പിന്തുടരാനുള്ള അവകാശമൊന്നും ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ല. ഈ സാഹചര്യത്തിലാണ് KK ശൈലജ പാർട്ടി സെക്രട്ടറി ആവണമെന്ന ആവശ്യം വിവിധ ജില്ലാ കമ്മിറ്റികൾ ഉയർത്തിയിരിക്കുന്നത്. അത് ഉയർത്തിയ ജില്ലാ കമ്മിറ്റികളിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ തിരുവിതാംകൂറിലെ ജില്ലാ കമ്മിറ്റികളാണ്. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ പുറത്തു പോകും ഈ പാർട്ടി സമ്മേളനത്തിലൂടെ എന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു.